ഇവനാണെങ്കിൽ സ്വന്തമായിട്ട് കല്യാണം നടത്താനുള്ള ഉത്തരവാദിത്തങ്ങളുടെ പുറകെ ഓട്ടം, എനിക്കാണെങ്കിൽ കല്യാണത്തിനെ കുറിച്ച് കുറെ സങ്കല്പങ്ങള്. അപ്പൊ ഇത് രണ്ടും കൂടെ സെറ്റ് ആകാതെ വന്നപ്പോ ഞാൻ ഓരോന്ന് പറയുന്നത് ഇവന് ബുദ്ധിമുട്ടായി തുടങ്ങി. അങ്ങനെ എന്റെ ശല്യം സഹിക്കുകയാണ്. ഇവന്റെ എല്ലായിടത്തും എന്നെ ബ്ലോക്ക് ആക്കി. ലാസ്റ്റ് മെയിലൊക്കെയാണ് അയച്ചത്. അത് കഴിഞ്ഞപ്പോ ഞങ്ങളുടെ വഴക്കൊന്നും അങ്ങനെ ഒഴിവായൊന്നുമില്ല, വേറൊരു ഡയമെൻഷനിലോട്ട് പോയിന്നേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷത്തേക്ക് നല്ല കിടിലൻ അടിപൊളി വഴക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ വണ്ടിക്കകത്തിരുന്ന് നമ്മൾ എന്തോരം അടി വെച്ചിട്ടുണ്ടോ അറിയാവാ. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ശാരീരിക ഉപദ്രവങ്ങളല്ല, പക്ഷേ മാനസികമായിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കാരണം തിന്നുമായിരുന്നു. ഞാൻ എൻ്റെ കൂട്ടുകാരോടൊക്കെ തന്നെ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്, എടാ മോനെ എനിക്ക് പണിക്ക് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ പോകാൻ തോന്നുന്നില്ലടാ. കാരണം രശ്മി നമ്മൾ കല്യാണത്തിന് മുന്നേ കണ്ടവളല്ലടാ ഇപ്പൊ, അവള് വേറെ ആളവിടെ. അവളിപ്പോ ഒരു വൈഫ് മെറ്റീരിയൽ ആയിട്ട് എന്നെ കൊണ്ട് താങ്ങാൻ പറ്റണില്ല. അവളുടെ ആ ഒരു ഇമോഷണൽ നീഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടാ. ഞാനും പരമ ചെറ്റയായിരുന്നു എന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. കാരണം കല്യാണം കഴിക്കണത് എന്തിനാ? ഹസ്ബൻഡ് ആവാൻ വേണ്ടിയിട്ട്. ഹസ്ബൻഡ് ആവാൻ പറ്റിയില്ലേ, ഹസ്ബൻഡ് ആവാണ്ടല്ലോ, അതിനൊക്കെ മാത്രം നടക്കും. അതായിരുന്നു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നത്. അപ്പോ കല്യാണം കഴിക്കുന്നവര്, കല്യാണം കഴിക്കാൻ പോണവര് ഇങ്ങനെ ഒരു ഫാമിലി ആവാനല്ല, നിങ്ങളുടെ ഫാമിലിയുടെ കൂട്ടത്തിൽ ചേർക്കാനാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കണ്ട. രണ്ടുപേരും രണ്ട് ചുറ്റുപാടിൽ നിന്ന് വന്ന ആൾക്കാരായിരിക്കും, ഉറപ്പായിട്ടും അവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. പക്ഷെ അത് സമയം എടുത്ത് ഇരുന്ന് ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ പിന്നെ അങ്ങോട്ട് സ്മൂത്ത് ആയിട്ട് പോകും.